ഹായ് ഫ്രണ്ട്സ്, സാനു വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അവിയലാണ്. അപ്പോൾ ഞാൻ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോകാം. നമ്മൾ അവിയലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരു കഷ്ണം ശർക്കര. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറുതീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കഷ്ണം എല്ലാം ഒരു വിധം വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് അടയരുത്, ഈ പാകം മതിയാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് 2 പച്ചമുളക്, ചെറിയുള്ളി, ഒരു 5-6 ചെറിയുള്ളി, ലേശം ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ തൈര് ഞാൻ ഇതിൽ തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ്. തൈര് നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ആ വെന്ത് വന്ന കഷ്ണത്തിലേക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ആ തൈരും തേങ്ങയ്ക്ക് കൂടെ ഒന്ന് മിക്സായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പുളിയൊക്കെ ഒന്ന് അതിൽ കഷ്ണത്തിൽ പിടിക്കട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ട് അതിൽ മിക്സായിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണത്തിൽ തേങ്ങയും തൈരൊക്കെ പിടിച്ച് നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില, അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അവിയലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.